നെക്സ്റ്റ് ഇത് ഓപ്പൺ ചെയ്യാം. അതാണ് ഈ മസ്കാരയുടെ പ്രത്യേകത. ഹായ്, ഭയങ്കര രസമുണ്ട്. കളർ ഷിഫ്റ്റ് ഒക്കെ ഉണ്ട്. ഹലോ, ഇന്നൊരു ഹോൾ വീഡിയോ ആണ്. ഞാൻ നൈക്ക പിങ്ക് സമ്മർ സെയിലിൽ നിന്ന് എന്തൊക്കെ വാങ്ങി എന്നുള്ളതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ കൂടിയാണ്. ഇപ്പോൾ 2 പാക്കേജ് ആക്ച്വലി വന്നിട്ടേ ഉള്ളൂ. ഇനി ആക്ച്വലി ഒരെണ്ണം വരാനുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് ആക്ച്വലി ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ആണ്. ഇത് എൻ്റെ കയ്യിൽ ആക്ച്വലി മുമ്പ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കോഴ്സിൻ്റെ ഭാഗമായിട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ സപ്പോസ് എപ്പോഴെങ്കിലും മുടിയിൽ നമ്മൾ അയൺ ചെയ്യുകയോ കേൾ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ഇല്ലാതെ നമ്മൾ അതായത് ചെയ്യാൻ പാടില്ല. അത് മുടിക്ക് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും. അപ്പോൾ ഇത് ബെയർ അനാട്ടമിയുടെ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ആണ്. ആക്ച്വലി ബെയർ അനാട്ടമിയുടെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെയാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്ത് തന്നത്, അവിടുത്തെ മാം. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ്. ബെയർ അനാട്ടമിയുടെ പ്രോഡക്ട്സ്, ഹെയർ കെയർ പ്രോഡക്ട്സ് ഒക്കെ നല്ലതാണ്. അതിൻ്റെ ഒരു കളർ ഷാമ്പൂ ഉണ്ടായിരുന്നു. ആക്ച്വലി പുറത്തെടുത്തപ്പോൾ തന്നെ നല്ല സ്മെല്ല്. ഹായ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ സ്മെല്ല്. നെക്സ്റ്റ് ഒരു ഹെയർ സിറമാണ്. ലോറിയലിൻ്റെ ഒരു ഹെയർ സിറമാണ്. ഈ സിറം ആക്ച്വലി ഇത് ഭയങ്കര നല്ലതാണ്. അതായത് നമ്മുടെ മുടി ഭയങ്കര ഫ്രിസ്സായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇത് നമ്മൾ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഇപ്പം വെറ്റ് ഹെയറിലാണെങ്കിലും ശരി ഡ്രൈ ഹെയറിലാണെങ്കിലും ശരി ഇത് തേച്ചാൽ നന്നായിട്ട് ഒതുങ്ങി കിടക്കും. നമ്മൾ വിചാരിച്ച പോലെ കിടക്കുകയും ചെയ്യും. നമുക്കത് ഫീൽ ചെയ്യും, ഭയങ്കര ഹെൽത്തി ആയ പോലെ ഫീൽ ചെയ്യും. അങ്ങനെയുള്ളൊരു സിറമാണിത്. ഞാൻ മുമ്പ് വേറെ പല സിറംസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, ഹെയർ സിറംസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനം ബാക്കിയൊക്കെ യൂസ് ചെയ്തിട്ട് അവസാനം ഇതിൽ വന്ന് നിൽക്കും. ഹീറ്റ് പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ല ആക്ച്വലി, അതൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇത് ഭയങ്കര നല്ലതാണ്. ഈ ബോട്ടിലിന് പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ ഇങ്ങനത്തെ പമ്പ് ആയതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട്. മറ്റത് 30 ml ആയിരുന്നു തോന്നുന്നു. 30 ml ബോട്ടിലിന് നന്നായിട്ട് അത് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു ചെറിയ ബോട്ടിൽ. ഇത് 100 ml ആണ്. 100 ml ഈ ബോട്ടിൽ ഭയങ്കര പ്രശ്നം, ബിക്കോസ് ട്രാവൽ ഫ്രണ്ട്ലി അല്ല. അതേ ഉള്ളൂ ഇതിൻ്റെ ആകെ ഉള്ളൊരു പ്രശ്നം. ഭയങ്കര നല്ല സ്മെല്ലാണ്. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് മസ്കാരയാണ്. ഈ മസ്കാരയെ കുറിച്ച് ആക്ച്വലി എനിക്ക് കുറേ പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന മസ്കാരയാണ്. മസ്കാര ഓരോ 3 മാസം കൂടുമ്പോഴും മാറ്റണം എന്നാണ് ആക്ച്വലി. മാക്സിമം ഒരു 6 months, അതിനപ്പുറം മസ്കാര യൂസ് ചെയ്യാൻ പാടില്ല. ചിലർ ഇത് കട്ടിയായി കഴിഞ്ഞാലും അത് നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് എന്തെങ്കിലും ഹാക്കൊക്കെ കാണിച്ചിട്ട് മസ്കാര വീണ്ടും റീയൂസ് ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. മസ്കാരയുടെ ഒരു പ്രശ്നം, കണ്ണിലിങ്ങനെ ലാഷിലിങ്ങനെ ആക്കുന്ന സമയത്ത്, കോമ്പ് ചെയ്യുന്ന സമയത്ത് അത് കണ്ണിൽ കൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. സൂക്ഷിച്ച് വേണമല്ലോ ചെയ്യാൻ. അപ്പോൾ കൺട്രോൾ വേണം. അപ്പം എനിക്ക് ഈ മസ്കാര തന്നെ എനിക്ക് എപ്പോഴും പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു വേരിയൻറ്റിനാണ് വാഷബിളും വാട്ടർ പ്രൂഫും ഉണ്ട്. ഇപ്പോൾ വാഷബിളാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക. ബിക്കോസ് എനിക്കിത് പെട്ടെന്ന് റിമൂവ് ചെയ്യണം. അതായത് ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ടൊക്കെ എനിക്ക് റിമൂവ് ചെയ്യണം. ഞാൻ മിക്കവാറും ഡെയിലി എന്ന പോലെ യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇത് നല്ല മസ്കാരയാണ് ആക്ച്വലി. ഈവൻ കുറച്ച് കേളിങ് തരും, എന്നാൽ കുറച്ച് വോളിയം തരും. ഒരു 2-3 കോട്ട്, 3-4 കോട്ട് ഇട്ടാലും ഭയങ്കര ക്ലംപി ആവത്തൊന്നുമില്ല. അത് കട്ടി പിടിച്ച പോലെ ഇരിക്കുകയൊന്നുമില്ല. അതാണ് ഈ മസ്കാരയുടെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ ഫേവറേറ്റ് മസ്കാരയാണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് രണ്ട് നെയിൽ പോളിഷസ് ആണ്. അപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന കളേഴ്സ്, ഒന്ന് കുറച്ചൊരു നിയോൺ കളറാണ്, ഒന്ന് കുറച്ചൊരു പ്ലം കളറാണ്. ഇത് രണ്ടും റെനയുടെ ഹൈപ്പർ ജെൽ എന്ന് പറഞ്ഞിട്ടുള്ള ജെൽ ഫിനിഷിലുള്ള നെയിൽ പെയിൻ്റാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഇപ്പോൾ ജെൽ നെയിൽസ് ഭയങ്കര ഇന്നാണല്ലോ. അപ്പോൾ പുറത്ത് പോയിട്ട് നമുക്ക് ജെൽ നെയിൽസ് ഒക്കെ വെക്കുകയാണെങ്കിലും അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒന്ന് അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. രണ്ടാമത്തെ കാര്യം, കോസ്റ്റ്ലി എന്നതിനേക്കാളും ഒരു നെയിൽ വെച്ച് കഴിഞ്ഞാൽ അത് 1 month ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ ആണത് റിമൂവ് ചെയ്യുക. അപ്പം ഞാൻ എന്താ നോർമലി ചെയ്യാന്ന് വെച്ചാൽ ഞാൻ റിഡ്ജ് ഫില്ലർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ജെൽ നെയിൽസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ റെനയുടെ തന്നെ ജെൽ നെയിൽസ് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് എൻ്റെ കയ്യിലൊക്കെ ഇപ്പോഴും കിടക്കുന്നത് റെനയുടെ ജെൽ നെയിൽസ് ആയിരിക്കും. അപ്പോൾ റെനയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതിൻ്റെ ഫിനിഷൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് 2 കളർ വാങ്ങിയിട്ടുണ്ട്. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടില്ല.
എനിക്ക് ഇപ്പോൾ ലിപ് ഗ്ലോസസും ലിപ്പ് ഓയിൽസും ഒക്കെ ഭയങ്കര ഇന്നായതുകൊണ്ട് എൻ്റെ ലിപ്പ് ഓയിലൊക്കെ ഉണ്ട്. ലിപ്പ് ഗ്ലോസ് ആയിട്ട് എൻ്റെ കയ്യിൽ ഇല്ല. മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷേ അതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല. ഞാൻ അങ്ങനെ ഇപ്പോൾ ഒരു ലിപ്പ് ഗ്ലോസ് ഫാൻ ആയിരുന്നില്ല. പക്ഷേ എനിക്ക് ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. ഇത് മേക്കപ്പ് റെവല്യൂഷൻ്റെയാണ്. മേക്കപ്പ് റെവല്യൂഷൻ്റെ ഒരു ഷിമ്മർ ലിപ്പ് ഗ്ലോസ് ആണ്. പക്ഷെ എനിക്കിത് ഷിമ്മർ ഉള്ളത് ട്രൈ ചെയ്യണം എന്നായിരുന്നു. ഇതിന് കുറേ വേരിയൻസ് ഉണ്ട്, കുറേ കളേഴ്സ് ഉണ്ട്. നോക്കട്ടെ. ഭയങ്കര പിഗ്മെൻറ്റഡ്, ഭയങ്കര രസമുണ്ട്. കളർ ഷിഫ്റ്റ് ഒക്കെ ഉണ്ട്. പാക്കിൻ്റെ സ്പോട്ട്ലൈറ്റ് ലിക്വിഡ് കൺസീലറാണ്. അപ്പം എന്നോട് എൻ്റെ മുംബൈയിലെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവിടുത്തെ മേക്കപ്പ് ക്ലാസ്സിലുണ്ടായിരുന്ന തക്ഷ എന്ന് പറഞ്ഞിട്ട്. തക്ഷ എന്നോട് പറഞ്ഞതാണ് പാക്കിൻ്റെ ഇത് ഭയങ്കര നല്ല കൺസീലറാണ്, ഈ സ്പോട്ട്ലൈറ്റ് ലിക്വിഡ് കൺസീലർ എന്ന് പറയുന്നത്. ആക്ച്വലി എൻ്റെ ഷെയ്ഡ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അതുപോലെ ഉണ്ട്. അണ്ടർ ഐയിലാവുമ്പോൾ കുഴപ്പമില്ല, കുറച്ചൊരു ഡാർക്ക് ആയാലും വലിയ പ്രശ്നമില്ല. എനിക്കത് വലിയ സീനില്ല. അത്യാവശ്യം നല്ല കവറേജ് കിട്ടുന്ന കൺസീലറാണ്, അതെനിക്കറിയാം. ആൻഡ് ഇതിൻ്റെ പാക്കേജ് മാറിയിട്ടുണ്ടായിരുന്നു. മുമ്പുണ്ടായിരുന്ന പാക്കേജ് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഗോൾഡൻ ക്യാപ്പ് വന്നിട്ടുള്ള പാക്കേജായി. അപ്പോൾ അവർ കുറച്ച് വിലയും കൂട്ടി. ബട്ട് ഇപ്പോൾ ഈ സെയിലിൽ കുഴപ്പമില്ലായിരുന്നു ഇത് വാങ്ങാൻ. ഇത് പാക്കിൻ്റെ ഒരു ട്രാൻസ്ലൂസിൻ്റെ പൗഡർ. ഇതും ആക്ച്വലി റീപർച്ചേസ് ആണ്. റീപർച്ചേസിൻ്റെ മീൻസ് ഞാൻ ആക്ച്വലി ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പൗഡർ ഇത് തന്നെയാണ്. ഇത് ഞാൻ മുമ്പ് ഇതിൻ്റെ ഒരു ഫുൾ വേർഷൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എവിടെ പോയി എന്ന് എനിക്കറിയില്ല. അതെൻ്റെ കയ്യിൽ നിന്ന് എവിടെയോ കളഞ്ഞു പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ മിനി വാങ്ങിയിട്ടുണ്ടായിരുന്നു. മുമ്പ് ഒരു വീഡിയോയിൽ ലിങ്ക് കൊടുത്തപ്പോൾ അതിൻ്റെ മിനി, അപ്പോൾ ആ പൗഡറിൻ്റെ മിനിയുടെ ലിങ്ക് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ആക്ച്വലി നല്ല പൗഡറാണ്. ഈ പാക്കിൻ്റെ ബ്രാൻഡ് തന്നെ ആക്ച്വലി നല്ലതാണ്. അത്യാവശ്യം എല്ലാ പ്രോഡക്ട്സും നല്ലതാണ്. ഒരു സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റാണ്. പിന്നെ ഇത് ഷെയ്ഡ് വന്നിട്ട് 4 ആണെന്ന് തോന്നുന്നു. അതെ, 4 ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ്. അതിൻ്റെ 4. ഇത് കുറേ നാളുണ്ടാവും. ഇതിൻ്റെ അകത്തില്ലാന്ന് തോന്നുന്നു. പക്ഷേ പൗഡർ എൻ്റെ ഒരു ഓർമ്മയിൽ ഈ ട്രാൻസ്ലൂസൻറ്റ് പൗഡറിൽ ഒരു സ്പഞ്ചും കൂടി വരുമായിരുന്നു. പക്ഷെ അതിൻ്റെ ഓർമ്മ തെറ്റായതാണോ എന്ന് എനിക്കറിയത്തില്ല. സ്പഞ്ചില്ല. ഇത് കംപ്ലീറ്റ് പൊട്ടിക്കാതെ ഇതിൽ കുറച്ച് മാത്രം പൊട്ടിച്ചിട്ട് കുറച്ച് ഹോൾസ് മാത്രം പുറത്ത് വരുന്ന രീതിയിൽ എടുത്താൽ മതി. അപ്പം മൊത്തമായിട്ട് പൗഡർ കയ്യിലേക്ക് തട്ടുമ്പോൾ വരില്ല. കണ്ടോ, ഒരു ചെറിയ ടിൻ്റ് ഉണ്ട്. അങ്ങനത്തെ ഒരു ട്രാൻസ്ലൂസൻറ്റ് പൗഡർ. അത്യാവശ്യം ചെറിയൊരു കവറേജാണ്. വലിയ കവറേജ് ഒന്നും പ്രതീക്ഷിക്കരുത്. കോമ്പാക്ട് പൗഡർ അല്ല, ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ്. ഇത് കേക്ക് ആക്കില്ല. അണ്ടർ ഐയിലൊക്കെ നല്ല സെറ്റായിട്ടിരുന്നോളൂ. അപ്പോൾ ഇന്നത്തെ ഹോൾ വീഡിയോ ആക്ച്വലി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെത് ഓൾമോസ്റ്റ് എല്ലാം റീപർച്ചേസ് ആണ്. ബിക്കോസ് ഞാൻ അത്യാവശ്യം എപ്പോഴും ഓരോ പ്രോഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആകുമ്പോഴും ട്രൈ ചെയ്ത് നോക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓൾമോസ്റ്റ് എല്ലാം റീപർച്ചേസിങ് ആയിരുന്നു. പിന്നെ ചെറിയ കുറച്ച് പ്രോഡക്ട്സ് മാത്രമാണ് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത്. നല്ല ഓഫറിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ സമയത്ത് തന്നെ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ലവ് യു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത